ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്നാണ് അവിടെ അയൽവാസികളൊക്കെ പറയുന്നത്? വലിയ ബഹളമായിരുന്നോ? ഇതൊരു സ്ഥിരം കാര്യമാണോ? ഇയാൾ വലിയ ശല്യക്കാരനായിരുന്നു എന്ന് നേരത്തെയും ഷിബില പരാതിപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ബന്ധുക്കളോടൊക്കെ. എന്താണ് സംഭവിച്ചതെന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത്? ധന്യ, വൈകുന്നേരം 7 മണിയോടെയായിരുന്നു ഈ സംഭവം. നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഇയാൾ വീട്ടിലേക്ക് കയറി വരുന്നത്. ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീടാണ് ഈ പ്രശ്നം വഷളാവുന്നതും. ഈ വെട്ടേറ്റ് മരിച്ച ഫസീലയുടെ കഴുത്തിനാണ് വെട്ടേറ്റത്. ഇതാണ് മരണകാരണം. ഈ നാട്ടുകാരാണ് നമ്മുടെ കൂടെയുള്ളത്. എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചത്? 7 മണിയോടെയാണ് സംഭവം നടന്നിട്ടുള്ളത്. ഈ സമയത്ത് പ്രതി ഇവിടെ വന്നുകൊണ്ട് വഴക്കുണ്ടാക്കുകയും പിന്നീട് ഈ കുട്ടിയെ കഴുത്തിന് നിരവധി തവണ കുത്തി. അത് തടയാനെത്തിയ പിതാവ് പാറക്കണ്ടി അബ്ദുറഹിമാൻ പിതാവ്, മാതാവ് പാറക്കണ്ടി ഹസീന, രണ്ടുപേർക്കും കുത്തേറ്റിട്ടുണ്ട്. അബ്ദുറഹിമാൻ്റെ തലക്കാണ് കുത്തേറ്റിട്ടുള്ളത്. ഹസീനൻ്റെ കൈക്കാണ് കുത്തേറ്റിട്ടുള്ളത്. രണ്ടുപേരും മെഡിക്കൽ കോളേജിലാണ് നിലവിലുള്ളത്. ഈ ഷിബിലയ്ക്ക് കഴുത്തിന് കുത്തേറ്റിരുന്നു. ഇതാണ് മരണകാരണം എന്ന് പറയുന്നത്. കഴുത്തിനാണ് കുത്തിയത്. തുടരെ കഴുത്തിന് തന്നെയാണ് കുത്തിയത്. അതാണ് മരണകാരണം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പ് പലതവണ പ്രതി ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയതാണ്. രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു. പക്ഷേ ഒരു 2-3 മാസമേ നന്നോളം അവർ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് അധിക സമയവും കുട്ടി ഇവിടെ തന്നെയായിരുന്നു. 4 മാസത്തോളമായി സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കലുണ്ട്, ഭീഷണിപ്പെടുത്തലുണ്ട്. ഇന്ന് 7 മണിക്ക് വേറെ പ്രകോപനമൊന്നും ഇല്ലായിരുന്നില്ല. കൃത്യം ചെയ്യാൻ സന്നദ്ധമായിട്ട് തന്നെ വന്ന് കൊല ചെയ്ത് ഇവിടുന്ന് വണ്ടിയെടുത്ത് വിട്ടതാണ്. ആളെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഒരു ഗ്രേ കളർ അൾട്ടോ ആണ്. എസ്റ്റേറ്റ് മുക്ക് പെട്രോൾ പമ്പിന് 2000 റുപ്യക്ക് ഡീസൽ അടിച്ചിട്ട് ആ പമ്പിൽ പൈസ കൊടുക്കാതെ തലയാട് ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ബന്ധപ്പെട്ട പോലീസും നാട്ടുകാരും ജനപ്രതികളൊക്കെ ഇപ്പം തിരയുന്നുണ്ട്. നിലവിലിപ്പം പ്രതിയെ കിട്ടിയിട്ടില്ല. ധന്യ, ഇതിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഇവർ രണ്ടുപേരുടെയും പ്രണയ വിവാഹമായിരുന്നു. 5 വർഷം മുൻപ് ഇവർ പ്രണയിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. അതിനുശേഷം 3 മാസം മുതൽ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ താമരശ്ശേരിയിൽ മാതാവിനെ വെട്ടിക്കൊന്ന ഈ ഒരു ആഷിഖ് എന്ന് പറയുന്ന ആളുടെ സുഹൃത്തു കൂടിയാണ് ഈ പ്രതിയായ യാസർ. ഈ ഒരു പ്രശ്നം അറിഞ്ഞത് മുതലാണ് ഇവർ തമ്മിലുള്ള ദാമ്പത്യത്തിൽ കൂടുതലായി പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. കാരണം ഇവർ തമ്മിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധം കൂടുതൽ വഷളാകാൻ തുടങ്ങിയത്. ഇവരുടെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷിബില ചോദ്യം ചെയ്യുന്നു. പിന്നീട് ഈ ബന്ധം കൂടുതൽ വഷളാകുന്നു. ഇവർ ഇതിനു മുൻപ് പരാതി നൽകിയിരുന്നു താമരശ്ശേരി പോലീസിൽ. എന്നാൽ ഈ ഒരു പരാതി പോലീസ് ഗൗരവമായി എടുത്തില്ല. ഇതാണ് ഈ ഒരു വലിയൊരു അപകടത്തിലേക്ക്, ഒരു വലിയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും അടക്കം പറയുന്നത്. ഇവർ ഇതിനു മുൻപ് പരാതി നൽകിയിരുന്നല്ലേ? 3 മാസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ 3 മാസം മുമ്പ് ഈ കുട്ടി തന്നെ, കാരണം ഈ ഉമ്മയെ കൊന്ന പ്രതി മകന് ഈ പറയുന്ന പ്രതിയുടെ സുഹൃത്താണെന്ന് അറിഞ്ഞത് മുതൽ ഈ മരിച്ച കുട്ടി നേരിട്ട് താമരശ്ശേരി സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. എനിക്കിങ്ങനെ വധഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പരാതി കൊടുത്തതാണ്. പക്ഷേ അന്ന് ആ പരാതിയുടെ പേരിൽ ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ സംഭവം നടക്കില്ലായിരുന്നു. ഈ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ ഒരു കൃത്യം നടന്ന വീട്. ഇവിടെ വെച്ചായിരുന്നു വൈകുന്നേരം 7 മണിയോടുകൂടിയായിരുന്നു. തുറക്കുന്ന സമയമാണ്. ആ സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിലായിരിക്കും. അധികം ആളുകൾ പുറത്തില്ലാത്ത സമയമാണ്. അപ്പം ഈ പ്രതി വന്നതും ഈ കൃത്യം ചെയ്ത് പോണതൊന്നും ഇവിടുത്തെ നാട്ടുകാരെ മറ്റുള്ള ആളുകളെ ശ്രദ്ധയിൽപ്പെടാഞ്ഞത് ഈ നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ടായിരുന്നു. ഈ ഒരു ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം, ഇവർ 5 വർഷമായി ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് പക്ഷേ ഈ ഒരു 3 മാസത്തിന് ശേഷം തന്നെ ഇവരുടെ കുടുംബ ബന്ധം വഷളായി തുടങ്ങിയിരുന്നു. ഇതിന് കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പോലീസിന് കൊടുത്ത പരാതിയിൽ കൃത്യമായി ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ പരാതിയിൽ പറയുന്നതനുസരിച്ച് ഇവരുടെ സ്വർണ്ണമടക്കം പണയം വെച്ചിരുന്നു. ഇത് കൂടാതെ തന്നെ ഇവരുടെ പേരിൽ സ്വകാര്യ ബാങ്കുകളിൽ നിന്നും മറ്റും ലോൺ എടുത്തിരുന്നു. ഇതൊക്കെ ഷിബില ചോദ്യം ചെയ്തതാണ് യാസറിനെ പ്രകോപിപ്പിച്ചത് എന്നുള്ള കാര്യം ഈ ഒരു പരാതിയിൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവരുടെ വസ്ത്രങ്ങൾ കത്തിച്ചതടക്കമുള്ള സ്റ്റാറ്റസുകൾ, ഇവർ വസ്ത്രങ്ങൾ വിട്ടു നൽകണം, കുഞ്ഞിൻ്റെയും ഇവരുടെയും വസ്ത്രങ്ങൾ വിട്ടു നൽകണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതി നൽകിയത്. അതിനുശേഷമാണ് ഈ ഒരു വസ്ത്രങ്ങൾ കത്തിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാറ്റസ് ഈ യാസർ ഫോണിൽ ഇടുന്നത്. ഇതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇതിനുശേഷം ഈ ഒരു സ്വന്തം വീട്ടിൽ നിന്ന് മാറി വാടക വീട്ടിൽ താമസിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന തരത്തിൽ ഈ യാസർ ഷിബിലിയുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഈ
ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഇത്രയും മർദ്ദിക്കുന്ന ദിവസവും മർദ്ദിക്കുന്ന ആളുടെ കൂടെ പോകാൻ തനിക്ക് ഭയമാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രശ്നം ഷിബില ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളോട് കൂടി വാടക വീട്ടിൽ തനിച്ച് താമസിക്കാൻ ഷിബില തയ്യാറായില്ല. ഇതാണ് ഇയാളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഈ കുറച്ച് ദിവസം മുൻപ് പോലും ഇയാൾ വന്ന് ഈ ഷിബിലയോട് വാടക വീട്ടിലേക്ക് മാറാനായി ആവശ്യപ്പെട്ടിരുന്നു.